അപ്പൊ അതിനെ നിന്ദിക്കുക എന്നത് ഈമാനില്ലായ്മയുടെ അടയാളമാണ്. മാസങ്ങൾ വരുമ്പോ വീണ്ടും ഒന്ന് നന്നായി, പിന്നെ തെറ്റിപ്പോകുമ്പോത്തിന് വീണ്ടും ഒരു മാസം വരും. അപ്പൊ അതിനെയും പരിഗണിക്കുമ്പോ അങ്ങനെ നമ്മൾ നന്നാവണം എന്നതാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാം. അള്ളാഹു തആലാക്ക് മറ്റു ദിവസങ്ങളെക്കാളും ഈ ദിവസത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളോട് വല്ലാത്ത ഹുബ്ബുണ്ട്. മറ്റു ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ മഹത്വം ഹുബ്ബുണ്ട് എന്ന് പറഞ്ഞാൽ അധികമായ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല ദിൽഹിജ്ജ 1 മുതൽക്ക് 10 വരെയുള്ള ദിവസങ്ങളിൽ ചെയ്യുന്നതിന് പ്രതിഫലം കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. എന്നല്ല, അല്ലാഹു തആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നത് ഈമാനിന്റെ അടയാളം കൂടെ. അള്ളാഹു ബഹുമാനിച്ച സ്ഥലങ്ങൾ, അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞ ആളുകൾ, ശ്രേഷ്ഠമായ സമയങ്ങൾ, ദിവസങ്ങൾ, മാസങ്ങൾ, ഇതിനൊക്കെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നത് ഈമാനിന്റെ അടയാളമാണ്. അപ്പൊ അതിനെ നിന്ദിക്കുക എന്നത് ഈമാനില്ലായ്മയുടെ അടയാളമാണ്. ഈ നാട്ടിൽ പ്രധാനമന്ത്രി വരികയാണെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക. അതെന്തുകൊണ്ടാണ്? അയാൾക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണം. എന്ന പോലെ ദുൽഹിജ്ജ മാസത്തിന് പവറുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു. ആ മാസമാണ് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നത്. അപ്പൊ ആ മാസത്തേക്ക് വേണ്ടി ഒരുങ്ങണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? മഹാന്മാര് പഠിപ്പിച്ചത് കാണാം. നമ്മൾ എത്ര ഇബാദത്തെടുത്താലും ആ ഇബാദത്തുകൾ അല്ലാഹു കബൂലാക്കണമെങ്കിൽ അതിന് പറ്റുന്ന ഒരു ഹൃദയം നമുക്ക് ഉണ്ടാവണം എന്നാണ്. അങ്ങനെ ആകുമ്പോ അതിന് ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ തൗബ ചെയ്ത് തെറ്റിൽ നിന്നൊക്കെ മുക്തരായി പുതിയ ഒരു ജീവിതത്തിലേക്ക് ഇങ്ങനെ കടക്കണം എന്നാണ്. വിശുദ്ധമായ റമദാൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് അല്ലാഹു തആല കുറേ മാസങ്ങൾ ഇങ്ങനെ ഇടക്ക് വെച്ചത് എന്തിനാണ്? നമ്മൾ വീണ്ടും തെറ്റിലേക്ക് പോകും. പഠിച്ചവൻ അറിയാതെ നമ്മളെ സ്വഭാവം അങ്ങനെയാണ്. അന്ന് മാറിയിട്ട് വീണ്ടും നന്മയിലേക്ക് വരാനാണ് ഇടക്കിടക്ക് ഇങ്ങനെ കുട്ടില് തേങ്ങടുന്ന മാതിരി എന്ന് പറഞ്ഞ മാതിരി ഇടക്കിടക്ക് ഇങ്ങനെ അല്ലാഹു തആല നല്ല നല്ല മാസങ്ങളെ വെച്ച് നിന്നിട്ടുള്ളത്. അതെന്തിനു വേണ്ടിയിട്ടാ? ആ മാസങ്ങൾ വരുമ്പോ വീണ്ടും ഒന്ന് നന്നായി, പിന്നെ തെറ്റിപ്പോകുമ്പോത്തിന് വീണ്ടും ഒരു മാസം വരും. അപ്പൊ അതിനെയും പരിഗണിക്കുമ്പോ അങ്ങനെ നമ്മൾ നന്നാവണം എന്നതാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം.